1911 ഡിസംബറിൽ ജോർജ് അഞ്ചാമൻ ബ്രിട്ടീഷ് ചക്രവർത്തിയായി സ്ഥാനമേൽക്കാൻ പോകുന്നു എന്ന വാർത്തയാണ് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ഈ ബ്രിട്ടീഷുകാരുടെ ഒരു സ്വഭാവം, ബ്രിട്ടീഷുകാരുടെ ഒരു രീതി, ഒരു പുതിയ രാജാവ് സ്ഥാനമേൽക്കുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പുതിയ രാജ്ഞി സ്ഥാനമേൽക്കുമ്പോൾ അല്ലെങ്കിൽ രാജകുടുംബത്തിന് എന്തെങ്കിലും ഉത്കർഷം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ രാജാവ് കോളനി രാഷ്ട്രങ്ങൾ സന്ദർശിക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും രാജകുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഭവം ഉണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ കോളനി രാഷ്ട്രങ്ങളിലെ രാഷ്ട്രീയ തടവുകാർക്ക് പൊതുമാപ്പ് നൽകി വിട്ടയക്കുന്ന ഒരു സമ്പ്രദായം ആ കാലത്ത് ഉണ്ടായിരുന്നു. നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ അറിയാൻ പറ്റും. പുതിയൊരു കിരീടധാരണ അവകാശി പറക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു രാജാവിൻ്റെ കിരീടധാരണം നടക്കുമ്പോഴൊക്കെ അതിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗമായി കോളനി രാഷ്ട്രങ്ങളിലെ രാഷ്ട്രീയ തടവുകാരിൽ ചിലരെ വിട്ടയക്കുന്ന പതിവുണ്ടായിരുന്നു. അപ്പോൾ സവർക്കർക്ക് ഇതറിയാമായിരുന്നതുകൊണ്ട് ഈ പറയുന്ന ഡിസംബറിൽ കിരീടധാരണം നടക്കുന്നതിന് മുമ്പ്, ജോർജ് അഞ്ചാമൻ്റെ കിരീടധാരണം നടക്കുന്നതിന് മുമ്പ് തന്നെ 1911 ഓഗസ്റ്റ് 30, അതായത് 1911 ജൂലൈ ആദ്യവാരമാണ് സവർക്കർ ആൻഡമാൻ ജയിലിൽ എത്തുന്നത്. ഏതാണ്ട് ഒരു 2 മാസം കഴിയുന്നതിന് മുമ്പ് തന്നെ 1911 ഓഗസ്റ്റ് 30 ആദ്യത്തെ മാപ്പപേക്ഷ അദ്ദേഹം ജയിൽ അധികൃതർക്ക് സമർപ്പിക്കുന്നുണ്ട്. അതിൻ്റെ പശ്ചാത്തലം ഇതാണ്. ജോർജ് അഞ്ചാമൻ്റെ കിരീടധാരണത്തിനോട് അനുബന്ധിച്ച് പൊതുമാപ്പ് നൽകി വിട്ടയക്കുന്ന രാഷ്ട്രീയ തടവുകാരിൽ തന്നെയും പെടുത്തണമെന്നുള്ള അപേക്ഷയാണ് നൽകുന്നത്. പക്ഷേ അത് ജയിൽ അധികൃതർ അപ്പോൾ തന്നെ ആ സമയത്ത് തന്നെ അത് തള്ളിക്കളഞ്ഞു. 1911 സെപ്റ്റംബർ 3 തന്നെ, ഓഗസ്റ്റ് 30 അപേക്ഷ കൊടുക്കുന്നു. സെപ്റ്റംബർ 3 തന്നെ സവർക്കാർക്ക് അറിയിപ്പ് കിട്ടുന്നു, താങ്കളുടെ മാപ്പപേക്ഷ, ക്ലെമൻസി പെറ്റീഷൻ തള്ളിക്കളയാണ് എന്ന തരത്തിൽ അദ്ദേഹത്തിന് മറുപടി കിട്ടുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ മാപ്പപേക്ഷ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ ജയിലിൽ എത്തിപ്പെട്ട് ഏതാണ്ട് 2 മാസം തികയുന്നതിന് മുമ്പ് തന്നെ ആദ്യത്തെ മാപ്പപേക്ഷ സവർക്കർ സമർപ്പിക്കുന്നുണ്ട്. ആ മാപ്പപേക്ഷ തള്ളിക്കളഞ്ഞു.